കുട്ടനാട് രാമങ്കരി പഞ്ചായത്തിൽ സിപിഎമ്മിന് ഭരണം നഷ്ടമായി. കോൺഗ്രസ് അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം പാസായി. പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ 3 സിപിഎം അംഗങ്ങളുടെ പിന്തുണയോടെയാണ് കോൺഗ്രസ് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത്. വിവരങ്ങളുമായി നിഷാദ് ദിലീപ് ചേരുകയാണ്. നിഷ, കടുത്ത വിഭാഗീയത നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് കുട്ടനാട്. ഇവിടെ രാമങ്കരി പഞ്ചായത്തിന്റെ ഭരണം കൂടിയാണ്. ഈ വിഭാഗീയതയുടെ പേരിൽ സിപിഎമ്മിന് നഷ്ടമായിരിക്കുന്നത്. ഏത് തരത്തിലായിരുന്നു കോൺഗ്രസിന്റെ അവിശ്വാസം? ഒപ്പം ഈ സിപിഎമ്മിലെ ഒരു വിഭാഗമാണല്ലോ ഇവരെ പിന്തുണച്ചത്. അവർക്കെതിരെയുള്ള സിപിഎം നേതൃത്വത്തിൻ്റെ ഒരു നിലപാടും ഏത് തരത്തിലാണ്? കെ.പി. പാർട്ടി കോട്ടയിലാണ് സിപിഎമ്മിന് പഞ്ചായത്ത് ഭരണം നഷ്ടമായിരിക്കുന്നത്. രാമങ്കരി പഞ്ചായത്ത് 25 വർഷമായി ഭരിക്കുന്നത് സിപിഎം ആണ്. സിപിഎമ്മിലെ രാജേന്ദ്രകുമാറായിരുന്നു അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ്. സിപിഎമ്മിൽ ഉള്ള ഉൾപാർട്ടി പ്രശ്നങ്ങൾ, ആ ഒരു പ്രശ്നങ്ങളുടെ പേരിൽ തന്നെ ഉണ്ടായ ഒരു വിമത വിഭാഗം, ഈ രാജേന്ദ്രകുമാർ ഉൾപ്പെടെയുള്ള വിമത വിഭാഗത്തെ പുറത്താക്കുന്നതിന്, രാജേന്ദ്രകുമാറിനെയും ഒപ്പം തന്നെ വൈസ് പ്രസിഡന്റ് കുഞ്ഞുമോൾ ശിവദാസിനെയും പുറത്താക്കുന്നതിനായാണ് UDF-ഉമായി ചേർന്ന് ഇത്തരത്തിലുള്ളൊരു കൂട്ടുകെട്ട് നടത്തി ഇപ്പോൾ സിപിഎം തന്നെ ഇത്തരത്തിലൊരു അവിശ്വാസ പ്രമേയത്തിന് പിന്നാലെ പോയത്. എന്തായാലും UDF അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം സിപിഎമ്മിന്റെ പിന്തുണയോടുകൂടി, സിപിഎം ഔദ്യോഗിക പക്ഷത്തെ 3 അംഗങ്ങളുടെ പിന്തുണയോടുകൂടി തന്നെ UDF അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം പാസ്സാവുകയും അതുകൊണ്ട് തന്നെ ആ അവിശ്വാസ പ്രമേയം പാസ്സായതോടുകൂടി തന്നെ രാമങ്കരി പഞ്ചായത്ത് ഭരണം സിപിഎമ്മിന് നഷ്ടമാവുകയും ചെയ്തു. സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി കോട്ടയിൽ 25 വർഷത്തെ ഭരണം നഷ്ടമായിരിക്കുന്നു. കോൺഗ്രസ് ആയിരിക്കും ഇനി അധികാരത്തിലെത്തുക. എന്തായാലും ശക്തമായ വിഭാഗീയതകളൊക്കെ ഉണ്ടായിരുന്നു കുട്ടനാട്ടിൽ. നമുക്കറിയാം, കഴിഞ്ഞ സംസ്ഥാന സമ്മേളന കാലം മുതൽ തന്നെ ഈ കുട്ടനാട്ടിലെ സിപിഎമ്മിൽ വളരെ രൂക്ഷമായ രീതിയിൽ വിഭാഗീയത ഉണ്ടായിരുന്നു. ഔദ്യോഗിക പക്ഷം തങ്ങളെ ഒരു തരത്തിലും അടുപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരു വിഭാഗം, ആ വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ആളായിരുന്നു രാജേന്ദ്രകുമാർ. സിപിഎമ്മിന്റെ ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും അടക്കം പരാതി നൽകിയിരുന്നു. പക്ഷേ ഈ പരാതി പരിഹരിക്കാനായി സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളൊന്നും ആദ്യം തയ്യാറായിരുന്നില്ല. പിന്നീട് ഈ രാജേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലുള്ള 300-ലധികം പ്രവർത്തകർ CPI-യിലേക്കും മറ്റു പാർട്ടികളിലേക്കും ഒക്കെ പോകുമെന്നുള്ള തരത്തിൽ, അതായത് അവർ പോകാനായി എല്ലാ നീക്കങ്ങളും നടത്തിയ സമയത്ത് ജില്ലാ സെക്രട്ടറി R. നാസറിന്റെയും ഒപ്പം തന്നെ കുട്ടനാടിന്റെ ചുമതലയുള്ള മന്ത്രി സജി ചെറിയാന്റെയും നേതൃത്വത്തിൽ ഇവരെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷേ ഈ ശ്രമങ്ങളൊക്കെ പാളിപ്പോയൊരു സാഹചര്യത്തിൽ ഇവർ CPI-യിലേക്ക് പോകാൻ, ഔദ്യോഗികമായി തന്നെ പോകാനായി അതിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. ആ സമയത്ത് ഈ വിമതപക്ഷത്തെ തോൽപ്പിക്കുന്നതിന്റെ ഭാഗമായി, അതായത് വിമത നീക്കം ചെറുത്ത് തോൽപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ UDF-നെ കൂട്ടുപിടിച്ച് രാമങ്കരി പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത്. എന്തായാലും ഈ അവിശ്വാസ പ്രമേയം പാസ്സായിരിക്കുന്നു. 1/4 നൂറ്റാണ്ടിലത്തെ സിപിഎമ്മിന്റെ ഭരണമാണ് രാമങ്കരി പഞ്ചായത്തിൽ സിപിഎമ്മിന് നഷ്ടമായിരിക്കുന്നത്. ഒപ്പം നിഷ പറഞ്ഞതിന്റെ പോലെ തന്നെ ഒരു സിപിഎമ്മിന്റെ ഉറച്ച കോട്ടയാണ്. ഈ ഉറച്ച കോട്ടയിൽ ഇത്തരത്തിലുള്ള വിഭാഗീയത ഉണ്ടാകുന്നത് ആവർത്തിക്കുന്നത് സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയാണ് കാലാകാലങ്ങളായി സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ ഈ പുതിയ സാഹചര്യത്തിലും ഏത് തരത്തിലുള്ള ഇടപെടൽ സംസ്ഥാന തലത്തിലടക്കം ഉണ്ടാകാൻ തന്നെയാണ് സാധ്യതയും. കെ.പി. ഇത്തരത്തിൽ ഒരു അവിശ്വാസ പ്രമേയത്തിനുള്ള നീക്കം നടന്ന സമയത്ത് തന്നെ സിപിഎം ഔദ്യോഗിക പക്ഷത്തെ 3 അംഗങ്ങൾ ഈ അവിശ്വാസ പ്രമേയത്തിൽ, കോൺഗ്രസിന്റെ അവിശ്വാസ പ്രമേയത്തിൽ ഒപ്പിട്ടിരുന്നു. പക്ഷേ ഈ കാര്യങ്ങൾ നമ്മൾ ജില്ലാ നേതൃത്വത്തോട് ചോദിച്ചു. ആ സമയത്ത് ജില്ലാ നേതൃത്വം പ്രതികരിച്ചത് തങ്ങളുടെ അറിവോടുകൂടിയല്ല ഈ അംഗങ്ങൾ ഈ അവിശ്വാസ പ്രമേയത്തിൽ ഒപ്പിട്ടതെന്നായിരുന്നു. പക്ഷേ നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാൻ കഴിയും, ഈ കാര്യം തന്നെ UDF അംഗങ്ങളും പറയുന്നത്. UDF അംഗങ്ങൾ ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, CPM ആവശ്യപ്പെട്ടിട്ടാണ് തങ്ങൾ ഇത്തരത്തിലുള്ള ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചതെന്നാണ്. കാരണം CPM-ന്റെ ആവശ്യമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു അവിശ്വാസ പ്രമേയം അവിടെ പാസ്സാക്കുകയും രാജേന്ദ്രകുമാർ എന്ന വിമത നേതാവിനെയും ഒപ്പം തന്നെ വൈസ് പ്രസിഡന്റായ കുഞ്ഞുമോൾ ശിവദാസിനെയും പുറത്താക്കുക എന്നുള്ള കാര്യം. ഭരണം നഷ്ടപ്പെടുത്തി പോലും വിമത നീക്കത്തെ UDF-ഉമായുള്ള കൂട്ടുകെട്ട് നടത്തി തോൽപ്പിച്ച ഒരു നീക്കമാണ് സിപിഎമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. ഈ ഒരു തീരുമാനം ഈ സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? കാരണം വിമതരെ തോൽപ്പിക്കാൻ കോൺഗ്രസിനെ കൂട്ടുപിടിക്കുന്നു, UDF-നെ കൂട്ടുപിടിക്കുന്നു. അതായത് എന്താണോ പ്രത്യയശാസ്ത്രം അതിനെപ്പോലും ബലികഴിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടലാണ് സിപിഎമ്മിന്റെ ജില്ലാ നേതൃത്വം നടത്തിയിരിക്കുന്നത്. ഇതിനെ എല്ലാ അർത്ഥത്തിലും CPM സംസ്ഥാന നേതൃത്വം, സംസ്ഥാന ഘടകം ഒത്താശ ചെയ്തു. എല്ലാ തരത്തിലുള്ള പിന്തുണ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇതിനെ ചൊല്ലിയുള്ള ഒരു പൊട്ടിത്തെറിയിലേക്ക് പാർട്ടി പോകുമോ? കെ.പി. തീർച്ചയായും
വലിയ വിഭാഗീയത നിലനിൽക്കുന്ന ആലപ്പുഴ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് കുട്ടനാട്. കുട്ടനാട് എന്ന് പറയുന്നത് പാർട്ടി കോട്ട തന്നെയാണ്. ഇവിടെ ഈ CPM-ന്റെ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ അറിയാതെ ഒരു കാര്യവും നടക്കില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. കാരണം CPM ജില്ലാ സെക്രട്ടറി അവസാനം പറഞ്ഞത് ഈ 3 അംഗങ്ങൾ, ഈ അവിശ്വാസ പ്രമേയത്തിൽ UDF-നൊപ്പം ചേർന്ന് നിന്ന 3 അംഗങ്ങൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെന്നാണ്. പക്ഷേ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകാൻ അവർക്ക് ഈ മാസം 20 വരെ സമയം കൊടുത്തിരുന്നു. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ഇന്ന് അവിശ്വാസ പ്രമേയം അവിടെ പഞ്ചായത്തിൽ അവതരിപ്പിക്കുമ്പോൾ 20-ാം തീയതി വരെ ഇവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. അത് ഒരു തരത്തിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. കാരണം വീണ്ടും ദിവസങ്ങൾ നൽകി 20-ാം തീയതി ഈ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകിയാൽ മതി. ഇന്ന് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്യും. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇത്തരത്തിൽ പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടുകൂടി തന്നെയാണ്, പ്രാദേശിക നേതൃത്വത്തിന്റെ മാത്രമല്ല പാർട്ടി ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങളുടെ അറിവോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ കുട്ടനാട്ടിൽ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. എന്തായാലും CPI-യിലേക്ക് 200 പേർ പോവുക എന്ന് പറയുമ്പോൾ തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അഭിമാന പ്രശ്നം തന്നെയാണ്. ഇത്തരത്തിൽ ഇവർ പോകാതിരിക്കാനായി CPM ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങളുടെ ഭാഗത്തു നിന്ന് ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഔദ്യോഗിക പക്ഷം തങ്ങളെ ഒരു തരത്തിലും പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു വിഭാഗം കുട്ടനാട്ടിൽ രംഗത്ത് വന്നിരുന്നത്. ഈ ഒരു വിഭാഗം വിമത വിഭാഗമായി മാറുകയും ഇവർ CPI അടക്കമുള്ള മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കുട്ടനാട്ടിലുണ്ട്. മറ്റു പാർട്ടികളിലേക്ക് വളരെ കുറച്ച് ആളുകൾ പോവുകയാണെങ്കിൽ പോലും CPI-യിലേക്കാണ് 300 പേരിൽ 200-ലധികം പേർ CPI-യിലേക്ക് പോകാനുള്ള പോകുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇനി ഔദ്യോഗികമായി തന്നെ ഇവർ CPI-യിൽ അംഗങ്ങളാവും. എന്തായാലും CPM-ന്റെ ഇത്തരത്തിൽ UDF-നെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഈ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം, രാജേന്ദ്രകുമാറിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നീക്കം ചെയ്യാനായി UDF-നെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള CPM ശ്രമങ്ങൾ വളരെ ബാലിശമാണെന്നാണ് CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസും പറഞ്ഞത്. എന്തായാലും ആലപ്പുഴയിൽ CPI-യിലും CPM-ലും CPI ബന്ധം ആലപ്പുഴയിൽ ഏതാണ്ട് തകർന്ന ഒരു രീതിയിലേക്ക് പോകുന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ ഈ CPI-യിലേക്ക് വരുന്ന ആളിനെ രാജേന്ദ്രകുമാറിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കളയാനായി UDF-നെ കൂട്ടുപിടിച്ചുള്ള CPI-യുടെ CPM-ന്റെ അവിശ്വാസ പ്രമേയം. KP തന്നെയാണ്. ഏതായാലും കുട്ടനാട് രാമങ്കരി പഞ്ചായത്തിലാണ് CPM-ന് ഭരണം നഷ്ടമായിരിക്കുന്നത്. ഭരണം നഷ്ടപ്പെടുത്തി എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം വിമതരെ ചെറുക്കാൻ വേണ്ടി കോൺഗ്രസിനെ കൂട്ടുപിടിക്കുന്നു, UDF-നെ കൂട്ടുപിടിക്കുന്നു. അതായത് പ്രത്യയശാസ്ത്രത്തെ പോലും ബലികൊടുത്തുകൊണ്ടുള്ള ഒരു സമീപനം ജില്ലാ നേതൃത്വം സ്വീകരിക്കുന്നു. ആ ജില്ലാ നേതൃത്വത്തിൻ്റെ എല്ലാ നീക്കങ്ങൾക്കും സംസ്ഥാന നേതൃത്വവും പിന്തുണ നൽകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നിഷാ ദിലീപാണ് വിശദാംശങ്ങൾ നൽകിയത്.